ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല കുത്തിരി ചോറും നല്ല അച്ചാറും പിന്നെ നല്ല മുളകിട്ട് വറ്റിച്ച മീൻകറിയായിരുന്നു. പക്ഷേ നമുക്കിത് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലടോ. പിന്നെ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് ഫ്രിഡ്ജിലൊരു മുട്ട കണ്ടത്. മുട്ട വെച്ചിട്ട് ഇപ്പം എന്താ ഉണ്ടാക്കാൻ പറ്റുക? മുട്ടക്കറി ഉണ്ടാക്കിയേക്കാം, അതാണ് വലിയ പാടില്ലല്ലോ. ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് പൊട്ടിച്ചു. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ ഇട്ടെന്ന് വരട്ടിയെടുക്കാം. വരട്ടി നല്ല പോലെ ഇളക്കണം കേട്ടോ. വളരെ കുറച്ച് മതി, കാരണം ഒരൊറ്റ മുട്ടയ്ക്ക് വേണ്ട മുട്ടക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ടു. ഈ ഉപ്പിട്ടാൽ പെട്ടെന്ന് വരണ്ട് കിട്ടാറൊന്നുമില്ലെങ്കിലും അതിടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ്. പിന്നീട് ഇത്തിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നമ്മുടെ ഈ മിക്സിലോട്ടിട്ടിട്ട് നല്ല പോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ആലോചന, ഇത് വേറെ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയാലോ എന്ന്. എന്തെങ്കിലും ആവട്ടെ, നമുക്കിത് ഇളക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വെച്ചു. മുട്ട പൊട്ടിച്ച് ഇളക്കി വന്നപ്പോൾ ഓക്കെ, ഇതിന് മുട്ടക്കറി ആക്കുന്നില്ല ഞാൻ തീരുമാനിച്ചു. ആ ചോറ് നേരെ ഇതിലോട്ട് ഇട്ടു. എന്തിനാണ് ഈ മുട്ട കറി വെച്ചിട്ട് അത് ഇളക്കി തിന്നുന്നത്? അതിലും നല്ലത് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് കഴിക്കുന്നില്ലേ. യെസ്, എന്നെപ്പോലുള്ള മടിയന്മാർക്ക് വളരെ നല്ല ഡിഷായിരിക്കും. ആ മുട്ടയിലോട്ട് ചോറും കൂടി ഇട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് എഗ് റൈസ് എന്നൊക്കെ പറയാം, നിർബന്ധമില്ല. ഇനി ഇത് നല്ല പോലെ ഇളക്കി ആ മുട്ടയൊക്കെ വെന്ത് ആ ടേസ്റ്റ് നമ്മുടെ ചോറിലേക്കൊക്കെ ഒന്ന് പിടിക്കണ വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോരോ പുതിയ ഡിഷുകൾ ജനിക്കുന്നത്. ഇത് നല്ല പോലെ ഇളക്കി എല്ലാം ഒന്ന് സെറ്റാവട്ടെ. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടേക്കാം. എന്തായാലും ഇത്രയായില്ലേ. ഇനി ഇത് നല്ല പോലെ ഇളക്കി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വേഗം നമുക്ക് ചോറണം കേട്ടോ. പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ആ മീൻ കറി കുറച്ച് സൈഡിലെടുത്ത് വെച്ചാൽ സെറ്റ് ഫുഡായി.